കാട്ടാന ഭീതി ഒഴിയാതെ ഇടുക്കി ചിന്നക്കനാൽ നിവാസികൾ. ചക്കക്കൊമ്പൻ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി തുടങ്ങിയതോടെ വീടുകളിൽ സുരക്ഷിതമായി കിടന്നുറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. ഓരോ വർഷവും ഏക്കർ കണക്കിന് കൃഷിയും കാട്ടാനക്കൂട്ടം നശിപ്പിക്കുന്നുണ്ട്. അരിക്കൊമ്പനെ കാടുമാറ്റുകയും മുറിവാലൻ ചരിയുകയും ചെയ്തതോടെ ചിന്നക്കനാലിലെ കാട്ടാനശല്യം നേരിയ തോതിൽ കുറഞ്ഞിരുന്നു. എന്നാൽ ഇത്തവണ വേനൽ ചൂട് അധികമായതിനാൽ ആനകൾ നിലവിൽ കൂട്ടത്തോടെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണ്. കാട്ടാനക്കൂട്ടങ്ങൾ കൃഷിയിടങ്ങളിൽ നാശം വിതയ്ക്കുന്നതിനൊപ്പം അപകടകാരിയായ ചക്കക്കൊമ്പനും പതിവായി കാട് വിട്ടിറങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 301-ൽ 2 വീടുകൾ ചക്കക്കൊമ്പൻ തകർത്തിരുന്നു. ഓരോ തവണ കാട്ടാനകൾ ഇറങ്ങുമ്പോഴും ലക്ഷക്കണക്കിന് രൂപയുടെ കാർഷിക നാശമാണ് ഉണ്ടാകുന്നത്. കൃത്യമായ നഷ്ടപരിഹാരവും ലഭിക്കുന്നില്ല. എല്ലാം നഷ്ടം തരും എന്ന് പറയാം, അതൊന്നും കിട്ടുക തിരയിടിക്കും, അതുമില്ല. ഇവിടുത്തേക്ക് ഒരു 100 വീടുണ്ടെങ്കിൽ ഒരു 95% ആന ഇടിച്ചിട്ടുണ്ട്. അവർക്ക് ആർക്കും നഷ്ടം കിട്ടിയിട്ടില്ല. സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ആർക്കും ഒരു കൃഷിയും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. ഇപ്പൊ കടം അടയ്ക്കാനുണ്ട്, എന്തെടുത്ത് വെച്ച് അടയ്ക്കും. ബാങ്കുകാർ നോട്ടീസും വിട്ടതിന്റെ പുറകായി കടാശ്വാസ കമ്മീഷനിൽ പോയി പരാതി കൊടുത്തു കഴിയുന്ന നമ്മുടെ അവസ്ഥ എന്നാന്ന് അവർ ചോദിച്ചറിയുന്നില്ല. നിങ്ങൾ പലിശ കൊടുക്കണ്ട, മുതൽ അങ്ങ് നടത്തും. ഇത് എവിടെ നടത്തുകൊണ്ടെന്ന് കൊടുക്കുന്നു? പറമ്പെന്ന് വല്ലതും കിട്ടിയിട്ടുണ്ട്. ഒരു തരത്തിലും ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ല. അതുപോലെ തന്നെ ഒരു ആശുപത്രി കേസ് വന്ന പറഞ്ഞ 8 കിലോമീറ്റർ 10 മിനിറ്റ് ചിന്നക്കനാലിൽ പോകണം. ഈ ആനയുള്ള കാരണം അതും വരികയില്ല, ഒരു വണ്ടിക്കാർ ആ സമയത്ത് വരികയില്ല. ചിന്നക്കനാലിലെ കാട്ടാനശല്യം ഒഴിവാക്കാൻ വനവകുപ്പ് പ്രഖ്യാപിച്ച വിവിധ പദ്ധതികളും നടപ്പിലാക്കുന്നില്ല. വനമേഖലയിൽ ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ഒരുക്കാൻ വനവകുപ്പ് തയ്യാറാവുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.